ഹലോ എഞ്ചിനീയേഴ്സ്, പ്രൊഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് അസോസിയേറ്റ് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോയിങ് കോമ്പറ്റൻസീസിനെ പറ്റിയാണ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് വ്യൂസിനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് വ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങളൊരു ഡ്രോയിങ് കാണുമ്പോൾ തന്നെ അതിനെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് നിങ്ങളെ പ്രാപ്തമാക്കുകയും അതോടൊപ്പം തന്നെ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് അസോസിയേറ്റ് അല്ലെങ്കിൽ CSWA എക്സാമിന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുകയും ചെയ്യും. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 5 വ്യൂസിനെ പറ്റിയാണ്. ഒന്നാമത്തെ വ്യൂ ആണ് ഓക്സിലറി വ്യൂ, രണ്ടാമത്തെ വ്യൂ ആണ് സെക്ഷൻ വ്യൂ, മൂന്നാമത്തെ വ്യൂ ആണ് ഡീറ്റെയിൽഡ് വ്യൂ, നാലാമത്തെ വ്യൂ ആണ് ബ്രോക്കൺ ഔട്ട് സെക്ഷൻ, അഞ്ചാമത്തെ വ്യൂ എന്ന് പറയുന്നത് ക്രോപ്പ് വ്യൂ ആണ്. അപ്പം നമുക്ക് ഇതിൽ ഓരോ വ്യൂസിനെ പറ്റിയും കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അതായത് ഓക്സിലറി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഓഫ് ദ മോഡൽ ഈഫ് ബീങ് ലുക്ക്ഡ് അറ്റ് ഫ്രം എ സെലക്റ്റഡ് എഡ്ജ് എന്നാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു എഡ്ജിൽ നിന്നും നോക്കുന്ന പോലത്തെ ഒരു വ്യൂ ആയിരിക്കും ഓക്സിലറി വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓക്സിലറി വ്യൂ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സോളിഡ് വർക്ക്സിൽ ഞാൻ വരുന്നു, ഒരു പാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രോയിങ് സെക്ഷനിലേക്ക് വരുന്നു. മേക്ക് ഡ്രോയിങ് ഫ്രം പാർട്ട് ഓർ അസംബ്ലി എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുന്നു. A4 ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇതിൽ നമുക്ക് ഒത്തിരി വ്യൂസ് വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒരു വ്യൂവിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുകയാണ്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഡ്രോയിങ് എന്ന് പറഞ്ഞ ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം മൂന്നാമതായിട്ട് ഓക്സിലറി വ്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന കാര്യം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പം നമ്മുടെ ഓക്സിലറി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത എഡ്ജിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഓക്സിലറി വ്യൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു എഡ്ജിനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓക്സിലറി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഈ ഒരു എഡ്ജിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പം നമുക്കൊരു പ്രൊജക്ഷൻ കിട്ടി. ഇതാണ് ഇതിൻ്റെ ഓക്സിലറി വ്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, വ്യക്തമായല്ലോ. ഈ ഒരു എഡ്ജാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പം ആ ഒരു എഡ്ജിൽ നിന്നും ഭാഗത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഓക്സിലറി വ്യൂ ആണ്. വ്യക്തമായല്ലോ. ഇതുപോലെ മറ്റ് എഡ്ജുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ എഡ്ജിനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിലറി വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് സെക്ഷൻ വ്യൂ ആണ്. സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ വ്യൂവിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെക്ഷൻ വ്യൂ യൂസ് ചെയ്തിട്ട്. എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറഞ്ഞുതരാം. സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ വ്യൂ ഈസ് എ വ്യൂ you see if the model was cut off from a specific location എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ആ മോഡലിനെ കട്ട് ചെയ്താൽ കാണുന്ന ഒരു വ്യൂ ആണ് സെക്ഷൻ വ്യൂ. അപ്പം നമുക്ക് ഈ ഒരു മോഡലിൻ്റെ സെക്ഷൻ വ്യൂ എങ്ങനെ എടുക്കണമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണും എന്നുള്ള ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സാമ്പിളായിട്ട് ഈ പ്ലെയിൻ എടുക്കുന്നു, റൈറ്റ് പ്ലെയിൻ. ഈ റൈറ്റ് പ്ലെയിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് സെക്ഷൻ വ്യൂ എടുക്കുന്നതിനായിട്ട് ഇവിടെ ഈ ഒരു ഐക്കൺ കണ്ടില്ലേ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ വ്യൂ കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോഡലിൻ്റെ സെക്ഷൻ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സെക്ഷൻ വ്യൂ നമ്മളുടെ ഡ്രോയിങ് സെക്ഷനിൽ
എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ഇത് വരും. അപ്പം നമുക്കിപ്പം വെർട്ടിക്കലായിട്ടുള്ളതാണ് വേണ്ടത്. ഹൊറിസോണ്ടലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ മുൻപേ ചെയ്തത് വെർട്ടിക്കലായിട്ടാണ് കട്ട് ചെയ്ത് കണ്ടത്. അപ്പം നമുക്ക് ഇവിടെയും ആ വെർട്ടിക്കലിൻ്റെ ആ ഒരു ഇത് തന്നെ കൊടുക്കാം. അപ്പം നമ്മുടെ മൗസിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു ആരോ വരും. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതേ ഒരു സെക്ഷനിൽ തന്നെ വെച്ച് നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും അതിൻ്റെ സെക്ഷൻ വ്യൂ നമുക്കിവിടെ ഡ്രോയിങ് ഫയലിൽ കിട്ടിയിട്ടുണ്ടാവും. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. നമ്മുടെ സെക്ഷൻ വ്യൂ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീറ്റെയിൽ വ്യൂ എന്നുള്ളതാണ്. ഡീറ്റെയിൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു സെർട്ടൈൻ പാർട്ടിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ക്ലോസപ്പ് ഓഫ് എ സെർട്ടൈൻ പാർട്ട് ഓഫ് എ മോഡൽ എന്നുള്ളതാണ് ഡീറ്റെയിൽ വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂവിൻ്റെ ഡീറ്റെയിൽ വ്യൂ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഡ്രോയിങ്ങിൽ വരിക, ഈ ഡീറ്റെയിൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊരു ഭാഗത്തിൻ്റെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് വേണ്ടത് എന്നുള്ളെങ്കിൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ കിട്ടിയിട്ടുണ്ട്. വ്യക്തമായില്ലേ? ആ സർക്കിൾ വരുന്ന ആ ഒരു സർക്കിളിനകത്ത് വരുന്ന ആ ഒരു പാർട്ടിൻ്റെ ഡീറ്റെയിൽ വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഡീറ്റെയിൽഡ് വ്യൂ കംപ്ലീറ്റ് ആയി. അടുത്തായിട്ട് നമ്മൾ ക്രോപ്പ് വ്യൂവിനെ പറ്റിയാണ് പഠിക്കുന്നത്. ക്രോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇമേജുകളൊക്കെ ക്രോപ്പ് ചെയ്യുന്നത് പോലെയാണ്. അതായത് ഒരു വലിയൊരു ഇമേജിൻ്റെ ക്രോപ്പ് ചെയ്ത ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ക്രോപ്പ് വ്യൂ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സ്കെച്ചിൽ വരിക, ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഡ്രോയിങ്ങിൽ വന്നിട്ട് ക്രോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് വ്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ക്രോപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിൻ്റെ ക്രോപ്പ് ചെയ്ത വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച എല്ലാ വ്യൂസും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.